ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കുക്കിംഗ് ഉണ്ട്, ഗാർഡനിങ് ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മഴ പെയ്യണ ആ ദിവസം എടുത്ത വീഡിയോ ആണ്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആ ന്യൂസ് അറിഞ്ഞത്. വയനാട്ടിൽ ആ ദുരന്തം കേട്ടതൊരു ഞെട്ടലോടെയാണ്. എന്താ പറയുക, ഏത് സമയത്താണ് എപ്പോഴാണ് ദുരന്തം ഏത് രൂപത്തിലാണ് വരികയെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. മഴ കാണുമ്പോഴേ ഇപ്പോൾ പേടിയാണ്. നമ്മൾ ഈ ഏരിയയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ഫ്ലഡിലൊക്കെ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടായ ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനോടെയാണ് കിച്ചണിലേക്ക് വന്നത്. ആ സമയത്താണ് ഈ ഒരു ന്യൂസും കൂടെ കേട്ടത്. എന്തായാലും നമുക്ക് വയനാടിന് വേണ്ടിയിട്ട്, അവിടെ ആ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ദാൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാൽ ഫ്രൈ ചപ്പാത്തിയിലേക്ക് അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഒരു കൈപ്പിടി നിറയെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് പരിപ്പിൻ്റെ അളവ് കൂട്ടി കുറച്ചിട്ടൊക്കെ എടുക്കാം. ഞാനൊരു 4-5 ഐറ്റം പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി നിറയെ തുവരപ്പരിപ്പാണ് എടുക്കുന്നത്. പിന്നെ വേറൊരു പരിപ്പും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഇതിനും കനം കുറഞ്ഞൊരു പരിപ്പ്. അതാണ് ഞാൻ സാമ്പാറിലേക്കൊക്കെ ഉപയോഗിക്കല്. അപ്പോൾ അതിൻ്റെ കയ്യിലൊക്കെ ഇല്ല. അപ്പോൾ ഞാനൊരു 4 ഐറ്റം പരിപ്പാണ് എടുത്തത്. ഇത് ചെറുപയർ പരിപ്പാണ്. പിന്നെ മസൂർ ദാൽ, എല്ലാം ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ തന്നെ എനിക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പരിപ്പിൻ്റെ അളവ് കൂട്ടി കുറച്ചിട്ടൊക്കെ എടുക്കാം. ഈ പരിപ്പ് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം ഗീ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ മറന്നതാണ്. ഗീ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ദാൽ ഫ്രൈക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ തിളച്ച് തൂവി പോവാതിരിക്കും ചെയ്യും. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഈസിയാണ്. എനിക്ക് ഡെയിലി ചപ്പാത്തി വേണം. അപ്പം നമ്മൾ പൊടിപ്പിക്കലാണ് ഗോതമ്പ്. പൊടിപ്പിച്ച ഗോതമ്പ് ഇപ്പം ഗോതമ്പ് വാങ്ങി കഴുകിയിട്ട് ഉണക്കാനൊന്നും പറ്റില്ലല്ലോ, നല്ല മഴയല്ലേ. അപ്പം ഗോതമ്പ് പാക്കറ്റ് വാങ്ങിയതാണ്. ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കൽ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ്, ചപ്പാത്തിൻ്റെ പൊടിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുക വെള്ളം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല ഇളക്കി കൊടുത്താൽ നമുക്കറിയാമല്ലോ ഇനി വെള്ളം ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. എന്നിട്ട് നമ്മൾ കൈവച്ചിട്ട് ആ ചൂടോടെ തന്നെ കുഴച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും, കുറച്ച് പണി ഉണ്ടാവും. എന്നാലും മെല്ലെ മെല്ലെ നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ കുഴക്കണ സമയത്ത്. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കാം. ചപ്പാത്തിക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും, എന്നാലും കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാത്തതുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക. ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കി അത്ര നന്നാവില്ല, നല്ല സോഫ്റ്റായി കിട്ടൂല എന്നൊക്കെ പറയും. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഡെയിലി ചപ്പാത്തി ആവശ്യമുണ്ട്. ചിലപ്പോൾ രാത്രി കഴിക്കും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്, നമ്മൾ വേറെ എന്ത് കടികൾ ഉണ്ടാക്കിയാലും ഹസ്ബൻഡിന് ചപ്പാത്തി തന്നെ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് നമുക്ക് നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കട്ടോ. നല്ല കനം കുറഞ്ഞിട്ട് അധികം പൊടിയൊന്നും ഇടാതെ പരത്തിയെടുക്കുക. അപ്പോൾ ചുട്ടെടുക്കുമ്പം നമ്മളെ ചപ്പാത്തിയിൽ അധികം പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. 2-3 ദിവസത്തിനൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചപ്പാത്തി ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തി തന്നെ കിട്ടും. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടാൻ ഫ്ലെയിം നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ അടുപ്പാണ്. ചെറിയ അടുപ്പാണെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചപ്പാത്തി ഇട്ടിട്ട് അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ട, അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കുമിളകളായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ചപ്പാത്തി ബോള് പോലെ പൊങ്ങി വരും. പിന്നെ ചപ്പാത്തിയിൽ നമ്മൾ തൊടുമൊന്നും വേണ്ട, ബോള് പോലെ അങ്ങനെ പൊങ്ങി വരും. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുക. ഞാൻ കുറച്ച് ഗീയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക്. പിന്നെ ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നല്ല ജീരകം ക്യൂമിൻ സീഡാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൂടുതൽ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവോളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഞാനെടുത്ത ആ പരിപ്പിൻ്റെ ക്വാണ്ടിറ്റിയിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പം തക്കാളി വേണം. അപ്പോൾ തക്കാളി നമുക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ വ്യൂസൊക്കെ കയറിയാലും ചില വീഡിയോക്കൊക്കെ ലൈക്ക് വളരെ കുറവാകും. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോണതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കിട്ടാം. നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഒരു 1000 ലൈക്കെങ്കിലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ടൊമാറ്റോ ഒക്കെ ഇങ്ങനെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അത് ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഇതുപോലെ നമുക്ക് ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി. കുറേ കാലം ഇരിക്കൂട്ടോ, കേടാവാതെ. ഇപ്പോൾ ചേന, അതേപോലെ മത്തന്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്ത് വെക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടുവരും. കുറേ ദിവസം ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ സവാള ഒന്ന് കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. നമ്മളെ ഉലുവല്ലേ, ഉലുവൻ്റെ ഇല ഉണക്കിയതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമുക്കിതുപോലെ കയ്യിൽ എടുത്തിട്ട് പൊടിച്ചാൽ തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുമ്പം പുറത്ത് വെക്കണ്ട. പിന്നെ നമുക്കിതൊന്ന് വറുത്തിട്ട് പൊടിച്ചിടാനൊന്നും നിൽക്കണ്ട. കൈ വെച്ച് പൊടിച്ചാൽ തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ ഞാൻ 1.5 ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള തക്കാളി തന്നെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും നല്ല നല്ല കമൻറ്റ്സ് തന്നിട്ട് നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ, നിങ്ങളെ കമൻറ്റ്സ് വായിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കൽ, പൊടികളൊക്കെ ഇട്ട് വെക്കൽ ഗ്ലാസിൻ്റെ ചെറിയ കണ്ടെയ്നറിലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയാണ്, എടുക്കാനും എളുപ്പമാണല്ലോ. വേഗം അറിയാമല്ലോ ഏത് ബോട്ടിലായിരിക്കണം എന്നുള്ളത്. പിന്നെ ഇത് ഓട്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ. റോൾഡ് ഓട്സിൻ്റെ ബോട്ടിൽസാണ്. അപ്പോൾ അത് ഒഴിഞ്ഞത് ഞാൻ കളയാതെ ഇതുപോലെ ഈത്തപ്പഴം, പിന്നെ ചിയാ സീഡ്സ്, പിന്നെന്താണ് സോയാ ചങ്ക്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആ ബോട്ടിലാണ് വെക്കൽ. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ട, കാശ് കൊടുത്തിട്ട് പുതിയ ബോട്ടിൽസ് വാങ്ങും വേണ്ട. ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാണ്. കിച്ചൺ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കിക്കോ. പിന്നെ നമ്മൾ സവാള, ടൊമാറ്റോ ഒക്കെ നല്ലോണം വെന്ത് സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ലോണം വെന്ത് വരണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ദാൽ ഫ്രൈ ചപ്പാത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ, പിന്നെ നമ്മളെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, പൊന്നേരിയൊക്കെ പോലത്തെ നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ നിച്ചുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ഇഷ്ടമാണ്. സ്കൂളിലേക്ക് ആകുമ്പോഴൊക്കെ നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവൾക്ക് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചിക്കനൊക്കെ തലേന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണല്ലോ. അപ്പോൾ അതിനി നമുക്ക് ചപ്പാത്തിയിലേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ചിക്കന് നല്ല ഗ്രീൻ കളറിലൊന്നും വന്നിട്ടില്ല കേട്ടോ. മസാലയ്ക്ക് നല്ല ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. ഫ്രൈ ആക്കി വന്നപ്പം നല്ല ഗ്രീൻ കളറൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അച്ചിങ്ങ ചെമ്മീൻ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ സൈഡിലൊന്നും അങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കലില്ല എന്നാണ് തോന്നണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അത് കാണുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ചില്ലി ഫ്ലേക്സ് ഒക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്, കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച അത്ര ഒരു ടേസ്റ്റ് ഇല്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ ഇത് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അതിൻ്റെ മുമ്പ്, എങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ദാൽ ഫ്രൈയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആവും ദാൽ ഫ്രൈ ഒക്കെ. ഇനിയിപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ചപ്പാത്തിയിലേക്കും വൈറ്റ് റൈസിലേക്കും ഗീ റൈസിലേക്കൊക്കെ അടിപൊളിയാണ്.
അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ, ഞാനും നിച്ചും ചിക്കൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരാൾക്ക് ഫ്രൈ ആണ് കേട്ടോ. ചിക്കനോടൊന്നും വലിയൊരു താല്പര്യമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും, ടേസ്റ്റൊക്കെ ഒന്ന് നോക്കും, പിന്നെ അത്ര വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി ദാൽ ഫ്രൈയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാനുള്ള ടിപ്സൊക്കെ ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക, ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചിക്കനിലേക്കുള്ള ഗ്രീൻ മസാല, മല്ലിയില, പുതിനയില, പച്ചമുളക്, ക്യൂമിൻ സീഡ്സ്, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ ഞാൻ കോളിഫ്ലവർ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സാലഡും. പിന്നെ നമ്മൾ കറി എന്ന് പറയുമ്പോൾ ലഞ്ചിനുള്ള കറി നല്ല അമ്പഴം ഇട്ടിട്ടുള്ള മീൻ കറി. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് തലേന്ന് വെച്ച മീൻ കറി പിറ്റേ ദിവസത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ചോറിനുള്ള കറി. അങ്ങനെ നമ്മളെ ലഞ്ച് ബോക്സൊക്കെ ഞാനിത് അവിടെ റെഡിയാക്കുന്നുണ്ട്. മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് താഹൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ പെയ്യണ കാരണം ആൾ വന്നതാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരും, നമ്മുടെ വീടും നാടും ഒക്കെവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ആ ന്യൂസുകളൊന്നും കേൾക്കാൻ പറ്റണില്ല. ഞാൻ സ്റ്റാറ്റസ് ഒന്നും വെക്കലില്ല കേട്ടോ, കാരണം ആരുടെങ്കിലും സ്റ്റാറ്റസും ന്യൂസൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം നമുക്ക് തന്നെ അതൊന്നും താങ്ങാൻ പറ്റണില്ല. പിന്നെ ഈ ദുരന്തത്തിൽ പെട്ടവരുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റണില്ല. അങ്ങനെ അവരൊക്കെ പോയപ്പോൾ പിന്നെ നിച്ചുവിന് സ്കൂളില്ലല്ലോ, അവളോട് ഞാൻ ബെഡ്റൂമൊക്കെ നല്ല ഒരുക്കി വൃത്തിയാക്കി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിച്ചു വാരുകയാണ്. പിന്നെ നേരത്തെ കണ്ട ആ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഒരു ബ്ലാക്കും ഒരു വൈറ്റ് പ്രിൻ്റ് ആയിട്ടുള്ള, അത് രണ്ടും ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ മീഷോയിൽ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ വൈറലായത് കണ്ടപ്പം അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു നോക്കുമ്പം. അപ്പോൾ ഞാൻ 2 ബെഡ്ഷീറ്റ് ഓർഡറാക്കി. 500 രൂപ വരുന്നുള്ളൂ 2 ബെഡ്ഷീറ്റിന്. ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കോട്ടൺ ബെഡ്ഷീറ്റാണ്. ഞാനെപ്പോഴും ബെഡ്ഷീറ്റ് ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങുക. എനിക്ക് പ്ലെയിൻ ബെഡ്ഷീറ്റാണ് ഇഷ്ടം, പ്രിൻ്റഡ് ബെഡ്ഷീറ്റൊന്നും വലിയൊരു ഇഷ്ടമല്ല. ഇപ്പോൾ ഇതിങ്ങനെ വിരിച്ചിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ ഒഴിഞ്ഞ ബോട്ടിൽസൊക്കെ അപ്പം തന്നെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ടും നല്ല ഭംഗിയായിട്ടും ഇരിക്കും. ഞാൻ എപ്പോഴും പാത്രങ്ങൾ ഒഴിയണത് ചെറിയ കണ്ടെയ്നർ ആണെങ്കിലും വലുതാണെങ്കിലും ഒഴിയണത് അപ്പം തന്നെ നല്ല ക്ലീനാക്കി വെക്കും. ക്ലീനാക്കാതെ പിന്നെ ഞാൻ ഒരിക്കലും അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കൂല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്ത് നോക്കിക്കോണ്ടേ. അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് ഗ്ലാസ് ബോട്ടിൽസൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് പുതിയതുപോലെ തന്നെ ഇരിക്കും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. ഈ മയിൽ വന്ന വീഡിയോ എന്താ പറയുക, ഒരു മാസം മുമ്പൊക്കെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തതാണ്. ഇടയ്ക്ക് ഇങ്ങനെ മയിലൊക്കെ വരലുണ്ട്, അപ്പോൾ ചിലപ്പോൾ കയ്യിൽ ഫോണും ഉണ്ടാവില്ല, വീഡിയോ എടുക്കാനും പറ്റില്ല. പിന്നെ അതാ വണ്ട് തേൻ നുകരാൻ വന്നിക്കണേ. ഞാൻ ഈ മത്തൻ്റെ ഫ്ലവർ ഇങ്ങനെ പിടിച്ചപ്പോൾ അതിലേക്ക് വണ്ട് ഇങ്ങനെ ഓടി വന്ന്, രസമുണ്ടല്ലേ കാണാൻ. പിന്നെ നമ്മൾ റംബുട്ടാൻ ഈ പ്രാവശ്യം വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ, ഒരു 10-30 കിട്ടിയിട്ടുള്ളൂ. നമുക്കൊരു പൂതിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ ഞാൻ ബാസ്ക്കറ്റിലൊക്കെ പറിച്ച് വീഡിയോ ഒക്കെ ഇടലില്ലേ, അത്രയൊന്നും കിട്ടിയില്ല. വേനൽക്കാലത്ത് ഞാൻ നനച്ച് കൊഴിയാതെ നിലനിർത്തി, പക്ഷെ മഴ വന്നപ്പം എല്ലാം കൊഴിഞ്ഞു പോയി. നല്ല അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ ഈ യെല്ലോ റംബുട്ടാൻ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാനും തോന്നൂല, പണികളൊന്നും ചെയ്യാനും പറ്റൂലല്ലോ. അപ്പം ചെറുതായിട്ട് വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചെടികളിൽ കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഈ PVC പൈപ്പ് എടുത്തിട്ട് നമ്മളെ പഴയ ബെഡില്ലേ, ബെഡിൽ ഉള്ള ആ ചകിരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കൊയർ സ്റ്റിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കൊയർ സ്റ്റിക്കൊക്കെ ഞാൻ നഴ്സറികളിലൊക്കെ കാണുമ്പം വാങ്ങലില്ല, എനിക്കിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. കയറൊക്കെ ചുറ്റിയിട്ട് PVC പൈപ്പിൽ കയർ ചുറ്റിയിട്ടോ, അല്ലെങ്കിൽ പഴയ ബെഡ് ഉണ്ടായിരുന്നു ഇവിടെ, അതിൻ്റെ ചകിരിയാണിത്. അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ഭംഗിയാവും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു കൊയർ സ്റ്റിക്ക് പോലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനിത് സാധാ നമ്മളെ ത്രെഡ് ഉണ്ടല്ലോ, മെഷീൻ നൂല്, അത് വെച്ചിട്ടാണ് ചുറ്റി കൊടുത്തത്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഈറമ്പം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ചുറ്റാണെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അത് എവിടെയോ കാണാനില്ല. അപ്പോൾ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിക്ക് ഉണ്ടാക്കി കൊടുത്തത്. അത് നല്ല ഭംഗിയാണ് കാണാൻ.
അപ്പോൾ ഇത് കണ്ടാൽ നല്ല ഭംഗിയായിട്ട് രണ്ടും ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയിലാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ചെടിയാണ്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ചെടികളും ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ചെടികളൊന്നും ഞാൻ പുതിയത് വാങ്ങിയിട്ടില്ല, കുറച്ച് പോട്ട്സ് വാങ്ങണം എന്നുണ്ട്, നല്ല ഭംഗിയുള്ള കുറച്ച് പോട്ട്സ് സിറ്റ് ഔട്ടിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ചെടികളൊന്നും ഇനി വാങ്ങിക്കൂല, ഉള്ള ചെടികൾ നല്ല ഭംഗിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഗാർഡൻ ടൂർ കാണിക്കോ, ഗാർഡൻ മൊത്തമായിട്ട് കാണിക്കോ എന്ന് എപ്പോഴും ചോദിക്കലുണ്ട്. സത്യത്തിൽ എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ ചെടികളൊന്നും ഇല്ല. ഞാനൊരു വർഷം വീഡിയോ ഇടാതായിരുന്ന ആ സമയത്ത് എല്ലാത്തിനോടും എനിക്കൊരു മടിയും ഒന്നും ചെയ്യാതെ നമ്മൾ ചെടികളാവുമ്പോഴും നല്ല ശ്രദ്ധിച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുമ്പോഴേ അതും നല്ല ഭംഗിയായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ പഴയ വീഡിയോയിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നല്ലോ, അതൊക്കെ പോയി. പ്രത്യേകിച്ച് അങ്ങനത്തെ ചെടികളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. ഞാൻ ആ മണി പ്ലാന്റിൻ്റെ അത് സെറ്റാക്കുമ്പം അതിപ്പോൾ ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ എൻജോയ് പോത്തോസാണ്, നല്ല ബുഷിയായിട്ട് അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ അതിനൊന്നും കൊടുക്കലൊന്നുമില്ല, വെക്കണ സമയത്ത് ചാണകപ്പൊടി മണ്ണ് മണൽ എല്ലാം കൂടി വെച്ചിട്ട് വെച്ചുകൊടുത്താണ്. നമ്മൾ ഒഴിവാക്കുന്ന ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ അത് വെച്ചെടുക്കുന്നത്. ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ, പിന്നെ കേടിൻ്റെ ബോട്ടിൽ, ഇതിപ്പോൾ എന്തോ ഒരു പായസ ചലഞ്ചിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചുകൊടുക്കുകയാണ്. ഈ മണ്ണിൽ മണലും മണ്ണും ചാണകപ്പൊടിയും അങ്ങനെ നമ്മൾ ചട്ടികൾ ഒഴിവാക്കുമല്ലോ, അതിലത്തെ മണ്ണൊക്കെ ഞാനൊരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അതിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് നല്ല വള്ളിയായിട്ട് തൂങ്ങി കിടക്കുന്ന രൂപത്തിൽ തന്നെ വളർത്താനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് ആ ലീഫിനോട് മണ്ണിൽ അടിയിലേക്ക് താഴ്ത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ബുഷിയായിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരു ചട്ടി നിറയെ ഓരോ ലീഫ് നോഡായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചട്ടി നിറയെ കുത്തി കൊടുത്താൽ നല്ല ബുഷിയായിട്ട് വളർന്നോളും. ഞാനിപ്പോൾ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന രൂപത്തിൽ എൻ്റെ കിച്ചണിലൊക്കെ വെച്ച ചെടിയില്ലേ, അതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രൂപത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ബൊഗെയിൻവില്ലൻ്റെ ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടായി, അതുവരെ കട്ട് ചെയ്തിട്ടില്ല. ആ ഭാഗമൊക്കെ നിറയെ പുല്ലൊക്കെ വന്നിട്ടുണ്ട്, പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. എന്നിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ കാണിക്കാം. പിന്നെ അഡീനിയം ഞാൻ ഇവിടെ തന്നെയാണ് വെക്കാറ്, മഴയത്തുനിന്ന് അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല. മൾട്ടിപെറ്റൽസൊക്കെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ. നല്ലോണം ഇലകളൊക്കെ ചീഞ്ഞ് കാണുമ്പം ഇത് പോകുമെന്നൊക്കെ തോന്നും, എന്നാലും ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്താൽ മതി. പിന്നെ മൾട്ടിപെറ്റൽസൊക്കെ എന്തായാലും മാറ്റി വെക്കണം കേട്ടോ. എൻ്റെ ചെടികൾ എന്ന് പറഞ്ഞാൽ 13 വർഷമായിട്ട് അത് അതിജീവിച്ചിരിക്കണം മഴയും വെയിലൊക്കെ കൊണ്ടിട്ട്, അതുകൊണ്ടായിരിക്കും അതിന് കുഴപ്പമൊന്നുമില്ലാത്തത്. ഇത് ബേർഡ് നെസ്റ്റ് ഫാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.